കോമ്പോണൻസ് ഓഫ് HRIS കോമ്പോണൻസ് ആണ്. അത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് വൺ ഇൻപുട്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഓർ പ്രോസസ്സിംഗ്, നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട്. ആദ്യം ഇൻപുട്ട് എംപ്ലോയി ഡേറ്റ എൻട്രി. എംപ്ലോയീസിൻ്റെ ഡേറ്റ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പേറോൾ ഡീറ്റെയിൽസ്, പെർഫോമൻസ് ആൻഡ് അറ്റൻഡൻസ് ഡീറ്റെയിൽസ്, ഇത്രയും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണം. പിന്നെ ട്രാൻസ്ഫോമിംഗ് ഓർ പ്രോസസ്സിംഗ്, അതിൻ്റെ ഡേറ്റ പ്രോസസ്സിംഗ്, അനാലിസിസ്, റിപ്പോർട്ട് ജനറേഷൻ, ഇതെല്ലാം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കോമ്പോണൻ്റ് ആണ്. അതായത് അതിൻ്റെ ഡേറ്റാസ്, പേഴ്സണൽ ഡേറ്റ, പേറോൾ ഡേറ്റ, പെർഫോമൻസ്, അറ്റൻഡൻസ്, ഇതെല്ലാം കൂടി ഒറ്റ ഷീറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അത് ഡേറ്റ പ്രോസസ്സിംഗ്. പിന്നെ അനാലിസിസ്, ഇവരുടെ കഴിഞ്ഞ ടൈമിലെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് ഈ മാസത്തെ പെർഫോമൻസിലൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവരുടെ പെർഫോമൻസ് എന്തോരം ഇമ്പ്രൂവ് ആയി, ഇവരെന്തോരം കാര്യങ്ങൾ പഠിച്ചു, ട്രെയിനിങ്ങിന് ശേഷവും ട്രെയിനിങ്ങിന് മുമ്പുള്ള ഇവരുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ചേഞ്ചായി, പെർഫോമൻസ് എങ്ങനെ ചേഞ്ചായി, എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് റിപ്പോർട്ട് ജനറേഷൻ. പിന്നെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട്സ്, ഡാഷ്ബോർഡ്സ് ആൻഡ് HR ഡിസിഷൻ, ഈ 3 കാര്യങ്ങൾ അതിൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന. റിപ്പോർട്ട്സ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻസ് പോകുന്നത് HR റിലേറ്റഡ് ആയിട്ട്. പിന്നെ നമുക്ക് ഡാഷ്ബോർഡ്സ് ഉണ്ട്, അവിടെ ഓരോ ഫെസിലിറ്റീസ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ നമുക്ക് അവൈലബിൾ അത് കറക്റ്റാണ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ HR ഡിസിഷൻസ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ ഡിസിഷൻസ് ആണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ ഈ കോമ്പോണൻസ് ഔട്ട്പുട്ടിനകത്തുണ്ടാവും. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റെപ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ്, സ്റ്റെപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് HRIS നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആദ്യം ഐഡൻറ്റിഫൈ ദ ഓർഗനൈസേഷണൽ HR നീഡ്സ്. ഓർഗനൈസേഷൻ്റെ HR നീഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRIS. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അത് ഡിഫൈൻ ചെയ്യണം. കണ്ടക്ട് ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആണോ നമുക്ക് കൂടുതൽ, അതോ അതിൻ്റെ കോസ്റ്റ് ആണോ കൂടുതൽ. പക്ഷേ ബെനിഫിറ്റ് ആയിരിക്കണം കൂടുതൽ, എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ HRIS ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നത് അതാണ്. നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണോ നമുക്ക് ഇതിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതൽ. അടുത്തത് ഒബ്റ്റെയിൻ ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. നമുക്ക് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ അപ്രൂവൽ എടുക്കണം. ടോപ്പ് മാനേജ്മെൻറ്റിന് താല്പര്യമുണ്ടോ, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനോട് ടോപ്പ് മാനേജ്മെൻറ്റിന് താല്പര്യമുണ്ടോ, അപ്പോൾ അവരുടെ അപ്രൂവൽ നമ്മൾ എടുക്കണം. പിന്നെ സെലക്ട് HRIS വെണ്ടർ ഓർ സോഫ്റ്റ്വെയർ. ഏത് HRIS സോഫ്റ്റ്വെയർ നമ്മൾ വാങ്ങാൻ പോകുന്നത്, ഏത് വെണ്ടർ എടുത്തുനിന്നാണ് വാങ്ങിക്കാൻ പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഡിസൈൻ ഡേറ്റ കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. ഡേറ്റ കളക്ഷൻ അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റ് ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുക. ഡെവലപ്പ് ഡേറ്റാബേസ് സ്ട്രക്ചർ, അതേപോലെ ഡേറ്റാബേസ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ടെസ്റ്റ് ദ സിസ്റ്റം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ സിസ്റ്റം എങ്ങനെയുണ്ട്, നല്ലതാണോ, ഇത് നമുക്ക് വർക്കാവുമോ, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ട്രെയിൻ HR സ്റ്റാഫ് ആൻഡ് യൂസേഴ്സ്. നമുക്ക് ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കണം നമ്മുടെ സ്റ്റാഫിന്, HR സ്റ്റാഫിന്. അതേപോലെ അത് ഈ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഇത് എങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യണം, ഔട്ട്പുട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യണം, എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഡേറ്റ മൈഗ്രേഷൻ ഫ്രം ഓൾഡ് സിസ്റ്റം. നമ്മൾ പഴയ സിസ്റ്റത്തിൽ നിന്ന്, അത് പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ഡേറ്റ കോപ്പി ചെയ്ത് നമ്മൾ ഈ സിസ്റ്റത്തിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ മിക്ക സോഫ്റ്റ്വെയർസിലും ആ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെ പഴയ സോഫ്റ്റ്വെയറിൽ നിന്ന് പുതിയ സോഫ്റ്റ്വെയറിലോട്ടൊക്കെ ആക്കിക്കോളും. ഇനി പൈലറ്റ് ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. ആദ്യം എന്ത് ചെയ്യണം, കുറച്ച് ടെസ്റ്റ് ഡേറ്റ, ഒരു 10-100 എംപ്ലോയീസിൻ്റെ ഡേറ്റ കൊടുത്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റായിട്ടാണോ എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അപ്പോൾ ചെക്ക് ചെയ്യണം കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ആക്യുറസി ചെക്ക് ചെയ്തിട്ട് ബാക്കി ഫുൾ ഡേറ്റ നമ്മൾ അതിനകത്തോട്ട് പുള്ളി ചെയ്യത്തുള്ളൂ. ഇനി ഫുൾ സ്കെയിൽ ഇംപ്ലിമെൻറ്റേഷൻ. ഫുൾ സ്കെയിൽ അത് കഴിഞ്ഞ് നമ്മൾ പൈലറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്, ഇവാലുവേഷനൊക്കെ പ്രോപ്പറാണ്, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെയാണ് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫുൾ സ്കെയിലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും, എല്ലാ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യും, ഫുള്ളായിട്ട് അതിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കും, ഫുൾ അതിൽ സ്റ്റോർ ചെയ്യും. ഇനി കണ്ടിന്യൂസ് മോണിറ്ററിങ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇനി ഡേറ്റ സ്റ്റോർ ചെയ്താൽ മാത്രം പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെയുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് HRIS. അപ്പോൾ HRISൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, എൻഹാൻസ് ആക്യുറസി ആൻഡ് എഫിഷ്യൻസി. നമുക്ക് ആക്യുറസി അതേപോലെ എഫിഷ്യൻസി കൂടും.
നമ്മളുടെ ഡീറ്റെയിൽസ് ആക്യുറേറ്റ് ആയിരിക്കും, അത് കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഫെസിലിറ്റി സ്ട്രാറ്റജിക് HR പ്ലാനിങ്, നമ്മളെ ലോങ് ടേം പ്ലാനിങ്ങിലേക്ക് അത് ഹെൽപ്പ് ചെയ്യും. ലോങ് ടേമിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നുണ്ടോ ആ പ്ലാനിങ്ങിനെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇംപ്രൂവ് കംപ്ലയൻസ് ആൻഡ് റിപ്പോർട്ടിങ്, കംപ്ലയൻസും റിപ്പോർട്ടിങ്ങും ഇംപ്രൂവ് ചെയ്യും. പിന്നെയുള്ള റെഡ്യൂസ് റിഡൻഡൻസി ആൻഡ് പേപ്പർ വർക്ക്, ആ ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിനെ നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്നത്, അത് ഒഴിവാക്കാൻ സഹായിക്കും. അതേപോലെ പേപ്പർ വർക്കും, ആവശ്യമില്ലാതെ പേപ്പർ വർക്ക് നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇനി പ്രൊവൈഡ് അനലിറ്റിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പല അനലിറ്റിക്കൽ റിപ്പോർട്ട്സും പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി സപ്പോർട്ട് റിമോട്ട് ആൻഡ് ഡിജിറ്റൽ HR ഓപ്പറേഷൻസ്, റിമോട്ടായിട്ടുള്ള അതേപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള HR ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ HR ഓപ്പറേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് പറ്റും. ഇനി ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ്, ഹൈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ പറഞ്ഞു വലിയ MNCസിന് മാത്രമേ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം അതിന് നല്ല കോസ്റ്റ് ആവും, അതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പിനും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ നല്ല കോസ്റ്റ് ആവും. പിന്നെ ഡേറ്റ സെക്യൂരിറ്റി റിസ്ക്, നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഡേറ്റ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഡേറ്റ ബ്രീച്ചോ ടെക്നിക്കൽ എററോ വന്നു കഴിഞ്ഞാൽ അവിടെ ഡേറ്റ സെക്യൂരിറ്റി അഫക്റ്റഡ് ആവും, ഡേറ്റ തെഫ്റ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഡേറ്റ ലീക്കേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഈ ഡീറ്റെയിൽസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, എംപ്ലോയീസിൻ്റെ ചിലപ്പോൾ ഈ ചേഞ്ചിന് റെസിസ്റ്റൻസ് എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് വരും. അതായത് ഞങ്ങളുടെ ഡീറ്റെയിൽസ്, ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൽ, അതായത് ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അല്ലേ, അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിൽ അത് സ്റ്റോർ ചെയ്യുമ്പോൾ ചിലർക്ക് എതിർപ്പുണ്ടായിരിക്കും. അതേപോലെ അവർ വിചാരിക്കും ഞങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഇതിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും. പേഴ്സണലി ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സിസ്റ്റത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ റിക്വയർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ടെക്നിക്കലി ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫിന് കൊടുക്കണം, അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പേർട്സിനെ നമ്മൾ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് റിക്വയർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. പിന്നെ ഉള്ളത് മെയിൻ്റനൻസ് ആൻഡ് അപ്ഡേറ്റ് ഇഷ്യൂ, മെയിൻ്റനൻസും അപ്ഡേറ്റ് ഇഷ്യൂസും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻ്റനൻസ് ചെയ്ത് പോകണം, അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് അത് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതെല്ലാം നമ്മൾ HRISൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാമാണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്, HRISൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആവുകയാണ്.